എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഏതാണ്ടൊരു 5 ദിവസം വരെയായി എൻ്റെ ഒരു വീഡിയോയും നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ പ്രധാന കാരണം ഞാൻ ചെറിയൊരു വാഹന അപകടത്തിൽപ്പെടുകയായിരുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും ഓർമ്മകളും കാരണം എനിക്ക് വീണ്ടും വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനൊരു വീഡിയോ ചെയ്യേണ്ടി വന്നു. എൻ്റെ മുഖം ശരിയായ രീതിയിൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. കുറച്ച് സ്റ്റിച്ചിങ്ങും ബാൻഡേജും ഒക്കെ ഉള്ള കാരണം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. ബട്ട് ഈവൻ ദോ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉണ്ടായിരുന്നു എങ്കിലും എൻ്റെ ഈ അപകടം അതിനനുവദിച്ചില്ല. ബട്ട് ഇന്നു മുതൽ വീണ്ടും എനിക്കതിന് സാധിച്ചു. സോ താങ്ക്സ് ലോട്ട്. ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടതാണ്, കയ്യിലും കാലിലും ചങ്ങലകളിട്ട് കുറച്ച് ഇല്ലീഗലായി പ്രവേശിച്ചവരെ അമേരിക്ക അവരുടെ എയർഫോഴ്സിൽ അമൃത്സർ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്യിപ്പിച്ചു. ഒരുപാട് പ്രതിഷേധങ്ങൾ പാർലമെൻറ്റിലും പല ഭാഗത്തുമൊക്കെ ഉണ്ടായി. എനിക്ക് അതിനോട് ഒരു സങ്കടവുമില്ല. കാരണം സ്വന്തം നാട്ടിൽ നിന്ന്, അതായത് ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ പാസ്പോർട്ടുമായി ലക്ഷങ്ങൾ, ചെറിയ എമൗണ്ടല്ല, ഈവൻ കോടി വരെ ചെലവഴിച്ച് വ്യോമമാർഗവും ആകാശമാർഗവും കരമാർഗവും കൊടും വനങ്ങളിൽ കൂടി കിലോമീറ്ററുകളോളം യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് കടക്കുക. അതായത് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ളവരാണ് എത്തിയിരിക്കുന്നത്. അവിടെ പോയി ഇത്രയും ത്യാഗങ്ങൾ സഹിച്ച് ഒരു ഇല്ലീഗലായിട്ട് അവിടെ കടന്നെത്തുകയും അതിൽ ഒട്ടനവധി ആൾക്കാർ ആ രാജ്യത്തിൽ നിന്ന് അവിടെ ഭീകരവാദം സൃഷ്ടിക്കാൻ പുറത്തു വന്ന മറ്റു ഭീകരവാദികളായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നത്. എന്ത് നാണം കെട്ടൊരു വ്യവസ്ഥയാണ് നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. ഇന്ത്യൻസാണ്, നമുക്ക് വേദനയുണ്ട്. ഇവരൊക്കെ കാലിലും കയ്യിലും വലിയ ചങ്ങലയും അണിഞ്ഞ് ഇവരെ ഇവിടെ എത്തിച്ച ആ കാഴ്ച കാണാം. പക്ഷേ അവർ ചെയ്ത പ്രവൃത്തികളെ നമ്മൾ ആരും അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ പരസ്പരം അവർ പബ്ലിക്കിൻ്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി അവരും പലതും ചെയ്യും, പലതും പ്രവർത്തിക്കും. അത് ഭരണകക്ഷിയായിരുന്നാലും പ്രതിപക്ഷ കക്ഷിയായിരുന്നാലും. ഒരു കാര്യം ഐ അപ്രിഷ്യേറ്റ്, ഈ മോദിയും ജയശങ്കറും ട്രംപിൻ്റെ കയ്യും കാലും പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവരെ പൂമാലയിട്ട് ഞങ്ങളുടെ നാട്ടിൽ തിരിച്ചെത്തിച്ചത് അത് നമ്മുടെ രാജ്യത്തിൻ്റെ എത്തിക്സ് അല്ല. ട്രംപിൻ്റെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള അവരുടെ അഡ്മിനിസ്ട്രേഷൻ അനുസരിച്ചുള്ള ഭരണം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനം അനുസരിച്ച് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ ഭരണം നടത്തുന്നു. ഓരോ വ്യക്തികളും അവരുടെ ഭരണം ഉറപ്പിക്കുന്നത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതയ്ക്ക് വേണ്ടി മാത്രമാണ്. അതിനെതിരായി ആര് പ്രവർത്തിച്ചാലും ആരും അംഗീകരിക്കില്ല. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റും അംഗീകരിക്കില്ല. അതുകൊണ്ട് ഈ ട്രംപിനെക്കുറിച്ചും അവർ ചങ്ങലയിട്ട ആൾക്കാരെ ഇവിടെ കൊണ്ട് ആക്കിയതിലും അത് വലിയ സുഹൃത്തുക്കളായിരുന്ന മോദിയുടെ സുഹൃത്തായിരുന്ന ട്രംപും എന്നിട്ടിങ്ങനെ ചെയ്തെന്ന് വിചാരിച്ച് മോദിയെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല. കാര്യം മോദിക്കും ഉണ്ട് പരിമിതികൾ. നമ്മുടെ രാജ്യത്തിൻ്റെ ഇതേ സ്വഭാവം അനുസരിച്ച് അതേ സ്വഭാവം ട്രംപ് കാണിക്കണമെന്നില്ല.
അവരുടെ രാജ്യത്തിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചായിരിക്കും അവർ കാണുക. ജയശങ്കർ പോയി അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററായിട്ട് ഒന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല. അത് ഇറ്റ് ഈസ് നോട്ട്, അവരെടുത്ത തീരുമാനം ഒരുവർക്ക് നല്ലതാണ്. ഇനി നമ്മുടെ രാജ്യത്തെ എയർഫോഴ്സിൻ്റെ ഫ്ലൈറ്റ് കൊണ്ട് അവരെ കയറ്റി വരാമെന്ന് പറഞ്ഞാൽ ഇത് വെറും അസംബന്ധമാണ്. കാരണം അവിടെ തന്നെ ഒരു ക്രിമിനലായിട്ട് ചെന്നിട്ട് അവിടെ ക്രിമിനലിസം നടത്തി ആൾക്കാരെ നമ്മുടെ ഫ്ലൈറ്റ് കൊണ്ട് ഇവർക്ക് വന്ന് ഈ ഫ്ലൈറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും തകരാറ് കാണിച്ചാൽ അത് ഫ്ലൈറ്റിനെ തകർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അതിനും ഈ ഭരിക്കുന്നവരെതിരായിട്ടുള്ളവർക്ക് ഒരു പോയിൻ്റായിട്ട് ചൂണ്ടിക്കാണിക്കാം. സോ ബെറ്റർ ഹാപ്പൻ ഈസ് ഹാപ്പൻ. സോ ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒന്ന് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കാതിരിക്കുന്നത് നല്ലതാണ്. പ്രതിപക്ഷമായിരുന്നാലും ഭരണപക്ഷമായിരുന്നാലും. കാരണം നമ്മൾ പറഞ്ഞയച്ചവരല്ല. നമ്മുടെ രാജ്യത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ ഇവിടെ നിന്ന് ജീവിക്കാൻ പറ്റാത്ത കോടികൾ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം എന്നുള്ള ധാരണയിൽ അതും ഇല്ലീഗലായിട്ട് പോയിട്ട് മറ്റൊരു രാജ്യത്തിൽ അവർക്ക് എഗൻസ്റ്റായിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ നമുക്കൊരിക്കലും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ ഇത് ബഹുമാനപ്പെട്ട ഇന്ത്യൻസിന് നമുക്ക് പറയാനുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റായി നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ആകെ ബഹളം കാണിച്ചെടുക്കുന്നത് ഈ ഹമാസിനെ പാകിസ്ഥാൻകാർ സ്വീകരിക്കാൻ തയ്യാറാകുന്നു. അതിൻ്റെ ഭാഗമായി അവരിവിടെ കൊണ്ടുവന്ന് ഇന്ത്യക്കെതിരായി അതിർത്തികളിൽ തീവ്രവാദത്തിനായി ഉപയോഗിക്കാൻ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. എത്ര മോശമായിരുന്നാണ്, അതായത് ആഹാരത്തിന് വരെ ബുദ്ധിമുട്ടുന്ന പാകിസ്ഥാൻ തീവ്രവാദം അവരുടെ തലയ്ക്ക് പിടിച്ച് ജീവിതം ജനിച്ച് മരിക്കുന്നവരെ കല്ലേറുമായി പ്രതിഷേധമായി ജീവിക്കുന്ന ആ ഒരു ജനതയാണ് ഹമാസ്. തീവ്രവാദം മാത്രമാണ് അവർക്ക് മുതലായുള്ളത്. അവർക്ക് സമാധാനം എന്നുള്ളവർ ആഗ്രഹിക്കുന്നില്ല. ഉണ്ട് ഒരു ചിലർ, പക്ഷേ ആ സമാധാന പ്രേമികൾ ആഗ്രഹിക്കുന്നത് അവർക്കൊരിക്കലും ലഭ്യമല്ല. കാരണം അവരോടൊപ്പം ഉണ്ടാകുന്നത് എല്ലാവരും ഈ തീവ്രവാദം മനസ്സിലുള്ളവരാണ്. അവരാണ് ഇനി അടുത്തതായി നമ്മുടെ അതിർത്തികളുടെ ഉള്ളിൽ കടന്നു വരുന്നത്. നമുക്കറിയാം, എത്രയോ നമ്മുടെ ധീര ജവാന്മാരുടെ ജീവൻ നമ്മളെ കാക്കേണ്ട അതിർത്തികൾ ഭീകരവാദികളുടെ വെടിയുണ്ടകളേറ്റു മരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇന്ത്യക്കാരോടുള്ള, നമ്മുടെ നാട്ടുകാരായ നമ്മളെല്ലാവരോടും പറയുക, നമുക്കിവിടെ മതവും ജാതിയുമല്ല പ്രശ്നം. നമുക്ക് നമ്മുടെ രാജ്യമാണ് സുരക്ഷിതം. നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതമായി ഇവിടെ ജീവിക്കണം. അതിനുവേണ്ടി നാം സ്വയം നമ്മൾ വേണ്ട മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. നമ്മൾ ആരെയെങ്കിലും ജയിപ്പിച്ച് വിട്ടാൽ, ഇന്നിപ്പോൾ BJP, നാളെ മറ്റൊരു പാർട്ടി, ആര് ജയിച്ചു വന്നാലും അവർ നോക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ചാണ്. ഇനി എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ട്രംപ് എടുക്കുന്ന ഈ ഒരു ആക്ഷൻസ് മറ്റു രാജ്യങ്ങൾ ആൾറെഡി എടുത്തു കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല, വളരെ സ്ട്രിക്റ്റായിട്ട്. പിന്നെ ട്രംപ് എന്ന് പറഞ്ഞൊരു വ്യക്തി എടുത്ത ആ ഒരു സിഗ്നൽസ് ഇപ്പോൾ മോദിയുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് ഇപ്പോൾ മോദിയെ ചീത്ത വിളിക്കേണ്ടവർ ട്രംപിൻ്റെ സോറി, എപ്പോഴും എനിക്ക് ട്രംപ് എന്ന് ഐ ആം വെരി സോറി, ഈ ട്രംപിൻ്റെ ആക്ഷനെ കുറച്ച് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നു. നമുക്കിതൊന്നും വേണ്ട, ലെറ്റ് ഇറ്റ് ബി. ഓരോ വ്യക്തികൾ അവരുടെ ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ നിശ്ചയദാർഢ്യമുണ്ട്. അത് അവരുടെ രാജ്യത്തിനായിരിക്കാം, അവരുടെ പാർട്ടിക്ക് വേണ്ടിയൊക്കെ. നമ്മളൊന്നും കെയർ ചെയ്യേണ്ട കാര്യമില്ല. ഈ പാർലമെൻറ്റിൽ കിടന്ന് ഇങ്ങനെ ഒന്നും ബഹളം കാണിക്കേണ്ട. ഒന്നും മനസ്സിലാക്കുക, ഏത് പാർട്ടി ഭരിച്ചാലും ബുദ്ധിയുള്ളവൻ, ടെക്നിക്കൽ അറിയുന്നവൻ, അവൻ്റെ പാർട്ടിയെ നിലനിർത്തും. അതിനേക്കാളും ഉപരി ടെക്നിക്കലും ട്രിക്കും പഠിക്കുന്നവർക്ക് മാത്രമേ അവരെ മറിച്ചിട്ടു അവരുടെ അധികാരത്തിൽ കയറാൻ പറ്റൂ. ഇവർ കാണിക്കുന്ന ഭരണകക്ഷി അവരുടെ ഭരണം നിലനിർത്താൻ കാണിക്കുന്ന എല്ലാ ഉഡായിപ്പും
അതിലൂടെ മാത്രമാണ് അവരുടെ ഭരണം അവർ കാഴ്ചവെക്കുന്നത് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ ഉഡായിപ്പും ഈ ടെക്നിക്കും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ ആ ഉഡായിപ്പും ടെക്നിക്കും കാണിച്ചെങ്കിൽ മാത്രമേ അവർക്ക് അവരെ നിലനിർത്താൻ പറ്റൂ, അവരുടെ ഭരണത്തെ നിലനിർത്താൻ പറ്റൂ, അവരുടെ പാർട്ടി നിലനിർത്താൻ പറ്റൂ. എന്താണ് അവരുടെ ഉഡായിപ്പ്, അവരുടെ എന്താണിത് കാര്യങ്ങൾ എന്ന് പ്രതിപക്ഷങ്ങളും ചിന്തിക്കണം. ഞാൻ പറയുന്നത് പ്രതിപക്ഷം അതിനേക്കാൾ ഉഡായിപ്പ് കാണിക്കൊന്നുമില്ല. ബട്ട് പ്രതിപക്ഷവും നല്ല രീതിയിൽ പലതും ഇവർ കാണിക്കുന്ന കൊള്ളരുതായ്മകൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ആ കൊണ്ടുവരുന്നതിനെ തടയിടാൻ വേണ്ടി വീണ്ടും പല ട്രിക്കുകൾ കാണിക്കുന്നു. അതെന്തായിരുന്നാലും ഒരു കാര്യം, സത്യം എപ്പോഴെങ്കിലും ഒരിക്കൽ ജയിക്കും. സത്യം എപ്പോൾ ജയിക്കുമെന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. അതിൻ്റെ റിസൾട്ട് വരുന്നത് വളരെ വൈകിയായിരിക്കും, ഒരിക്കലും പെട്ടെന്നുണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ കാണിക്കുന്ന ഭരണപക്ഷത്തിനുണ്ടാകുന്ന അപാകതകളെ മുന്നിലെടുത്ത് കാണിക്കാൻ മറ്റു ഭരണപക്ഷികളും ശ്രമിക്കുന്നുണ്ട്. ഒരു പരിധിവരെ അതിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ രണ്ടു കൂട്ടരും ചെയ്യേണ്ടത്, നിങ്ങളെന്ത് ഉഡായിപ്പ് കാണിച്ചാലും രാജ്യത്തെ നശിപ്പിക്കാതിരിക്കുക, ജനങ്ങളെ സുരക്ഷിതമായി ജീവിക്കാൻ അനുവദിക്കുക. നമുക്ക് വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ്. ദയവ് ചെയ്ത് ഇനി പുറത്തു പോകുന്ന വിദ്യാർത്ഥികളോടും പ്രത്യേകം പറയുകയാണ്, നിങ്ങൾ പുറം രാജ്യങ്ങളിൽ പഠിക്കാനാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുക. അവർ അലവ് ചെയ്ത ആ വർക്കിംഗ് അവേഴ്സ് മാത്രം വർക്ക് ചെയ്യുക. അല്ലാതെ ഓവർ വർക്കിംഗ് അവേഴ്സിൽ നിങ്ങൾ പണിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഭരണാധികാരികൾ നിങ്ങളെ പിടികൂടും, നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. ആ ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. ഒപ്പം 100% ഞാൻ വളരെ താഴ്മ അപേക്ഷിക്കുകയാണ് ഈ സ്റ്റുഡൻസിനെ പറഞ്ഞയക്കുന്ന ഏജൻറ്റന്മാരോട്. നിങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തി ഉള്ള ബ്ലഫിംഗ് എല്ലാം ചെയ്ത് ഇവരെ പറഞ്ഞ് പറ്റിച്ച് പ്ലീസ് വിടാതിരിക്കുക. രണ്ടാമത്, നിങ്ങളുടെ മുന്നിൽ വരുന്ന സ്റ്റുഡൻറ്റ് അവൻ ജോലിക്ക് പോവുകയാണോ, ഇവൻ എങ്ങനെയെങ്കിലും അവിടെ ഇല്ലീഗലായിട്ട് പോയി അവിടെ ചാടി നിൽക്കാനോ ആണ് പോകുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ വിടാതിരിക്കുക, അവരെ എൻ്റർടൈൻ ചെയ്യാതിരിക്കുക. നിങ്ങൾ രാഷ്ട്രത്തോട് ചെയ്യുന്ന കൊടും ക്രൂരതയാണ്. ഈ പോണവരോട് കാണിക്കുന്ന വലിയ മനുഷ്യത്വരഹിതമായ ഒരു കാര്യമാണ്. സോ അവരെ രാജ്യത്തെയും ഈ രാജ്യത്തിൽ നിന്ന് പോകുന്നവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ എത്തിക്കുകയും സുരക്ഷിതമായവരെ പഠിക്കുകയോ ജോലിയോ ചെയ്യാനുള്ള സൗകര്യം ഉള്ളിടത്ത് മാത്രം ഗവൺമെൻറ് തലങ്ങളുടെ അപ്രൂവലോടുകൂടി അവരെ അയക്കുക. അല്ലാതെ കിടപ്പാടം വിറ്റ് വരുന്നവരെ നിങ്ങളവരെ ചൂഷണം ചെയ്യരുത്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. അങ്ങനെ പോയവരാണ് ഈ റഷ്യയിൽ യുദ്ധത്തിനും അവിടെയൊക്കെ പോയി വളരെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ദയവേത് ഒരു നേരത്തെ നിങ്ങൾക്ക് സുരക്ഷിതമായ ആഹാരം, നിങ്ങൾ കള്ളിനും നിങ്ങളുടെ സുഖത്തിനും വേണ്ടി എന്ത് തരികിടയും കാണിച്ച് ഈ പാവം പിടിച്ച ഈ അറിവില്ലാത്തവർ നിങ്ങളുടെ അടുക്കൽ വരുമ്പോൾ അവിടെ സ്വർഗമാണെന്ന് പറഞ്ഞ് അവരെ അയപ്പിക്കാതിരിക്കുക. ഏജൻറ്റന്മാരും ശ്രദ്ധിക്കുക. ഈ ഈ പോലീസിനും എല്ലാത്തിനുമൊക്കെ പരിമിതികളുണ്ട്. അവർക്കും അവരുടേത് ഒത്തിരി ജോലിയുണ്ട്. ഇതിലിടയ്ക്ക് ഈ കള്ളന്മാരെ എല്ലാം അവർക്ക് കണ്ടുപിടിക്കാനുള്ള സാഹചര്യവും സമയം കിട്ടാറില്ല. സോ ദയവ് ചെയ്ത് ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒന്ന് മാത്രമേ പറയാനുള്ളത്, നിങ്ങൾ എന്ത് തരികിട എന്ത് ഉഡായിപ്പും കാണിച്ചുകൊള്ളുക. പക്ഷെ നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളെ സുരക്ഷിതമായി സംരക്ഷിക്കാനുള്ള ഒരു മനസ്സിൻ്റെ ഉടമകളായി നിങ്ങൾ മാറണം. നിങ്ങൾ രണ്ടു കൂട്ടരും രാജ്യത്തിന് ആവശ്യമാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ്. കാണാം, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഒത്തിരി കൂടുതൽ സംസാരിക്കാൻ പ്രയാസമാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിരിക്കുന്നത്. സോ ഹാവ് എ നൈസ് ഡേ. നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും അടുത്ത മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് കഴിവതും വേഗം എത്തിക്കുന്നതായിരിക്കും. എല്ലാവർക്കും നല്ലൊരു ശുഭം ഒരിക്കൽ കൂടി നേരുന്നു. ഹാവ് എ നൈസ് ഡേ. വി വിൽ മീറ്റ് അഗെയിൻ. താങ്ക് യു. ഹാവ് എ